വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലേ ശരിക? തീർച്ചയായും വളരെ സന്തോഷമുള്ള ഒരു കാര്യം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എപ്പോഴും വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അല്ല, നമ്മൾ അട്രോസിറ്റീസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ തൊഴിലായി പോയി. ഇനി ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ലാലേട്ടനെ കുറിച്ചാണ്. അപ്പൊ തന്നെ കുറെ ആൾക്കാർക്ക് മനസ്സിൽ നിങ്ങൾ എന്തുവാ പറയാൻ പോകുന്ന കണ്ണിക്കുത്തി കാര്യമല്ല കേട്ടോ, കണ്ണിക്കുത്തിയ കാര്യമല്ല. ഓക്കെ, കണ്ണിക്കുത്തി നിങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞങ്ങളിതിപ്പോൾ തൽക്കാലം സൈഡിൽ കൂടെ പറയുന്നുള്ളൂ, ഫുൾ ആയിട്ട് പറയുന്നില്ല. ഓക്കെ ഫൈൻ. നമ്മൾ പറയുന്നത് വിസ്മയെ കുറിച്ചാണ്. നമുക്കറിയാം, ഒരുപാട് സിനിമാ നടന്മാരുടെ മക്കള് നമ്മുടെ വെള്ളിത്തിരയിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ ചിലവർ അറിയപ്പെടാതെ പോയിട്ടുണ്ട്, ചിലവർ നല്ല രീതിയിൽ അറിയപ്പെടുന്നുണ്ട്. സ്റ്റിൽ വേറെ ആരെയും നോക്കണ്ട, നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ദുൽഖർ സൽമാൻ, മമ്മൂക്കയുടെ മകൻ, അദ്ദേഹത്തിന് പ്രത്യേക ഫാൻ ക്ലബ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അതുപോലെ നമ്മുടെ ലാലേട്ടന്റെ മകൻ പ്രണവ് മോഹൻലാൽ, അദ്ദേഹം ഒരു പ്രത്യേക മനുഷ്യനാണ്. അദ്ദേഹത്തിന് സൗകര്യോടൊപ്പം മാത്രം വന്ന സൗകര്യം ഇൻ ദ സെൻസ് അഹങ്കാരമല്ല, മറിച്ച് അതിന് വലിയ താല്പര്യമില്ല. പക്ഷേ കൂട്ടുകാരുടെ ഒരു കമ്മിറ്റ്മെന്റിന്റെ പേരിലോ എന്തിന്റെയൊക്കെയോ പേരിലോ വന്ന് ചിലപ്പോൾ അഭിനയിച്ചിട്ട് പോകും. 1-2 സിനിമ സൂപ്പർ ഹിറ്റ് അടിപ്പിച്ചിട്ട് പോവുകയും ചെയ്യും. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. വർഷത്തിൽ 1-2 സിനിമകൾ, വർഷത്തിൽ പോലും അല്ല, 1-2 വർഷം കൂടുമ്പോൾ 1-2 സിനിമകൾ ചെയ്തു. പക്ഷെ അതെല്ലാം അമ്പർ ഹിറ്റ് അടിക്കും. ലാസ്റ്റത്തെ ഹൃദയം നമുക്കറിയാം. അപ്പോൾ അതിന് കഴിവില്ലാഞ്ഞിട്ടില്ല. ഓഫ് കോഴ്സ് മെഗാസ്റ്റാറിന്റെ മകനാണ്, സൂപ്പർ സ്റ്റാറിന്റെ മകനാണ്. എന്തെങ്കിലുമൊക്കെ കഴിവ് ഉറപ്പായിട്ടും കാണുമല്ലോ. പിന്നെ ചെറുതിലെ തൊട്ടേ പ്രണവ് വെള്ളിത്തിരയിലൊക്കെ മുഖം കാണിച്ചു വന്നിരുന്നു. പക്ഷേ വിസ്മയ ഒരു തരത്തിലും അങ്ങോട്ട് അടുക്കുന്ന ഒരാളായിരുന്നില്ല. ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ അതിരുകൾ വേറെയാണ്. ഞാൻ ആകാൻ ആഗ്രഹിച്ചിരുന്നതാണ് എൻ്റെ മോൻ പ്രണവ് എന്ന് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു. ഞാൻ എന്താണോ അതാണ് പ്രണവ് മോഹൻലാൽ എന്ന്. അതായത് ലാലേട്ടൻ ശരിക്കും ഇങ്ങനെയല്ല ആഗ്രഹിച്ചിരുന്നത്, ലാലേട്ടൻ അങ്ങനെ ആയി തീർന്നതാണ്. അദ്ദേഹം അതിൽ പെർഫെക്ഷനിസ്റ്റ് ആയിട്ട് പോവുകയും ചെയ്യുന്നു. പക്ഷെ പ്രണവ് എന്താണോ അത് ഉള്ളിലെ ലാലിന്റെ ഉള്ളിലെ ലാൽ ശരിക്കും അതാണെന്നാണ് ലാലേട്ടൻ എല്ലായിടത്തും പറയാറ്. ഐ മീൻ ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഞാൻ ഒരു ഇന്റർവ്യൂവിൽ കേട്ടതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവന്റെ ആ ഒരു ഫ്രീഡം അവൻ എൻജോയ് ചെയ്യട്ടെ. ഇപ്പോൾ വേറെ എവിടെയോ വല്ല ഹിമാലയ സാനികളിലോ ആയിരിക്കും, നമുക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം ഭയങ്കര സഞ്ചാരപ്രിയനാണ്. അപ്പോൾ സിനിമയിലേക്ക് കഴിവുണ്ടെങ്കിലും പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ടെങ്കിലും വരുന്നില്ല. പക്ഷേ വിസ്മയെ സംബന്ധിച്ചിടത്തോളം വിസ്മയ അദ്ദേഹം ബോത്ത് ആർ ക്രിയേറ്റീവ് ആണ്. അവർ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. അതോടൊപ്പം വിസ്മയെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് വരയ്ക്കും. പിന്നെ മാർഷൽ ആർട്സിൽ എക്സൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് അവർ. അത് ആമസോണിൽ ഹിറ്റ് അടിച്ചു പോയ ഒരു ബുക്കാണ്. സോ അങ്ങനെ വളരെ ക്രിയേറ്റീവ് മൈൻഡ് ഉള്ള ആൾക്കാരാണ്. കഴിവില് രണ്ടുപേരും ഒട്ടും പുറകോട്ടല്ല. അപ്പോൾ അവരുടെ 37ാമത്, അത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിലാണ് ശ്രമിക്കുന്നത്, 37ാമത്തെ ചിത്രമാണ്. അതിന്റെ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്, സിനിമാ ലോകത്തേക്ക് അദ്ദേഹം ഒരു കോട്ടൊക്കെ ഇട്ട് പറയുന്നുണ്ടായിരുന്നു, സിനിമാ ലോകത്തേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞു. സോ ലാലേട്ടന്റെ മകളും അങ്ങനെ സിനിമയിലേക്ക് വരികയാണ്. എന്ത് തോന്നുന്നു പറഞ്ഞു വിസ്മയ? തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ. ആയിരിക്കട്ടെ അല്ലേ? തീർച്ചയായിട്ടും നല്ലൊരു നായികയെ കിട്ടട്ടെ, നല്ല നടിയെ കിട്ടട്ടെ. അതെ അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും ഇങ്ങനെ സ്റ്റാർസിന്റെ അല്ലെങ്കിൽ നമുക്ക് മോഹൻലാലിനെ ആണെങ്കിലും ദ കംപ്ലീറ്റ് ആക്ടർ എന്നാണല്ലോ പറയുന്നത്. മോഹൻലാൽ ആയിക്കോട്ടെ, മമ്മൂട്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടനോ നടിയോ ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ മക്കൾ വരുമ്പോഴേക്കും എല്ലാവരും വരുന്നു അല്ലെങ്കിൽ ചെയ്തിട്ട് പോകുന്നു, ഒരുപാട് ഫാൻ ബേസ് ഉണ്ടാക്കുന്നു, എല്ലാവർക്കും ഇഷ്ടമാണ്. നോർമലി നമ്മൾ പറയും, ഇപ്പോൾ ഡോക്ടറിന്റെ മകനാണെങ്കിൽ അത് ഡോക്ടറാവും, അല്ലെങ്കിൽ മകളാണെങ്കിൽ ഡോക്ടറാവും. എല്ലാവരും ആ ഒരു പാരമ്പര്യം പിന്തുടർന്ന് വരുന്നു. പക്ഷേ മോഹൻലാലിൻ്റെ മകള് ഈ ഒരു മേഖലയിലോട്ട് വലിയ താല്പര്യം പ്രകടിപ്പിക്കാതിരുന്നത് കൊണ്ട് തന്നെ ആരും തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളൊന്നും നടത്തിയിരുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും നിരന്തരമായിട്ട് ചോദിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അല്ലേ ശരിക? പക്ഷേ ഇപ്പോൾ ഇവരായിട്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനൊരു ഇൻട്രൊഡക്ഷനുമായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വളരെ ആകാംക്ഷയോടെയാണ് അത് നോക്കിക്കാണുന്നത്. കാരണം അത് വലിയൊരു വാർത്തയോ അല്ലെങ്കിൽ ഒരുപാട് വാർത്താ പ്രാധാന്യം ഉള്ള ഒരു കാര്യം ഒന്നുമല്ല. പക്ഷെ എങ്കിൽ പോലും മോഹൻലാലിൻ്റെ മകൾ അല്ലെങ്കിൽ മകൻ എന്ന് പറയുന്നത് രണ്ടുപേരും ഈ ഒരു തലത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആവാം അവർ അഭിനയിക്കുന്നു അല്ലെങ്കിൽ അഭിനയത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെന്റ് തന്നെ ഫീൽ ചെയ്യുന്നത് അല്ലേ? അതെ തീർച്ചയായിട്ടും. കാരണം ഈ ലാലേട്ടൻ ഒരു നടന വിസ്മയമാണ്. തീർച്ചയായും നമുക്കറിയാം, അദ്ദേഹത്തെ പോലെ വിനയാന്വിതനായ ഒരു മനുഷ്യൻ വളരെ നടന്മാരിൽ നമുക്ക് നമ്മുടെ ഉയരം കൂടുന്തോറും നമുക്കറിയാം ആൾക്കാർ അഹങ്കാരത്തിലേക്ക് പോകുന്ന ഒരു കാലം നമ്മൾ കാണാറുണ്ട്. പലരും സ്റ്റാർഡത്തിന്റെ പേരിൽ ഭയങ്കര ജാട. പക്ഷെ അന്നും ഇന്നും ലാലേട്ടനൊരു മാറ്റം. ലാലേട്ടനെ കുറിച്ച് കോമൺ ആയിട്ട് സിനിമയ്ക്ക് അകത്തും പുറത്തുള്ളവർ പറയുന്നത് ഇത്രയും വിനയാന്വിതനായിട്ടുള്ള ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല. അതോടൊപ്പം തന്നെ ഇത്രയും സൗമ്യനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് കൂടെ അഭിനയിക്കുന്നവരും പുറത്തദ്ദേഹത്തെ പരിചയപ്പെടുന്ന ആൾക്കാരും പറയുന്നത് വളരെ ചില്ലാണ്, വളരെ വൈബാണ്. അദ്ദേഹത്തോട് ഏത് തരത്തിലുള്ള ആൾക്കാരുമായിട്ടും അദ്ദേഹം ഇന്റർമിങ്കിൾ ആവും. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഇന്ന് കഴിഞ്ഞ ദിവസം നടന്ന സംഭവം ശരിക്കും അത് പറയാൻ യോജിച്ച ഒരു സമയം തന്നെയാണ്. ആ ഒരു ക്ഷമയെ പറ്റി സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ തന്നെയാണ് അത് പരാമർശിച്ചു പോകേണ്ടത്. അത് എന്തും ആയിക്കോട്ടെ, അത് ഏതൊരു മാധ്യമ പ്രവർത്തനവും ആയിക്കോട്ടെ, അത് ഓൺലൈനോ വെദർ ഇറ്റ് ഈസ് ഓൺലൈൻ ഓർ സാറ്റലൈറ്റ്, പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അബദ്ധത്തിലാണെങ്കിൽ പോലും സംഭവിക്കരുതായിരുന്നു. ബട്ട് സ്റ്റിൽ നമ്മൾ പറയണത് അബദ്ധത്തിൽ സംഭവിച്ചതായിരിക്കാനാണ് 100% സാധ്യത. പക്ഷെ എങ്കിൽ പോലും ആ സമയത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ അത് റിയാക്ട് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെ പോലും വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകാനും അതിനെ വലിയൊരു ഇഷ്യൂ ആക്കാനും ഒക്കെ
സാധ്യതയും സാഹചര്യവും ഒക്കെ ഉള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ എങ്കിൽ പോലും അവിടെ വളരെ നിസ്സാരമായിട്ട് വളരെ സ്നേഹത്തോടെ എന്തിനാ മോനെ ഇങ്ങനെ ചെയ്ത് എല്ലാരെയും വിളിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ഇന്റർവ്യൂസിലാണേലും എന്ത് കാര്യത്തിനൊക്കെ എന്തൊരു വിനയമാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മനുഷ്യന് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലുള്ള ചെറുതായിട്ടാണെങ്കിലും ഒരു സ്ക്രാച്ചോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടായാൽ പോലും അത് ബാധിക്കുന്ന ഒരുപാട് അധികം ആളുകളെയോ അല്ലെങ്കിൽ ഒരു ദിവസത്തെ ജോലിയോ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നഷ്ടങ്ങളോ ഒക്കെ സംഭവിക്കാൻ സാധ്യത ഉണ്ടായിട്ട് പോലും വളരെ ഡീസൻ്റ് ആയിട്ട് അത്രയും ആളുകൾ കൂടി നിൽക്കുമ്പോൾ ഒരു ദേഷ്യമോ അല്ലെങ്കിൽ ഒരു മുഖത്തിന് ഒരു ഭാവ വ്യത്യാസമോ തോന്നാതെ ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യോ കാലോ ഒക്കെ മുട്ടുകയോ തട്ടുകയോ ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് അങ്ങനെയെങ്കിലും ചോദിക്കും എന്താ നോക്കി നടന്നൂടെ എന്ന്. അത്രയും പോലും ഒരു ദേഷ്യം ഇല്ലാതെ അത്രയും വിനയത്തോടെയാണ് ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തത് അല്ലേ ശരിക? അതെ, തീർച്ചയായിട്ടും. കാരണം ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ വേറെ ഏത് നടനായിരുന്നെങ്കിലും, കാരണം മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി ഭയങ്കര ക്ഷിപ്രകോപിയാണ്, അദ്ദേഹം ശുദ്ധഹൃദയനാണ്, അദ്ദേഹം ഭയങ്കര ദയാലും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അദ്ദേഹം മുഖത്ത് നോക്കി കാര്യങ്ങൾ ഇപ്പം വരുന്ന ആൾക്കാരെ തട്ടിമാറ്റും. ഇപ്പൊ എന്തിനാ അതിനകത്ത് മറ്റൊരു പ്രമുഖ ഓൺലൈൻ ചാനലിലെ പ്രമുഖർത്തും ചോദിക്കുന്ന പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നെങ്കിൽ ഇങ്ങനെ തള്ളിക്കയറി വരൂ, കടക്കപ്പുറത്ത് എന്ന് അദ്ദേഹം പറയും. അത് കേൾക്കേണ്ടി വരില്ലേ? മാധ്യമപ്രവർത്തകരോട് ചുമ്മാതല്ല ഇപ്പൊ തോന്നാറുണ്ട് മാധ്യമപ്രവർത്തകരോട് സുരേഷ് ഗോപിയും മുഖ്യമന്ത്രിയും ഒക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു. കാരണം ഇങ്ങനെ മനഃപൂർവ്വം അല്ലെങ്കിൽ കൂടിയും അതും ഒരു സാറ്റലൈറ്റ് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഓൺലൈൻ മാധ്യമങ്ങളുടെ ഭാഗ്യത്തിന് എന്തായാലും ഓൺലൈൻ മാധ്യമങ്ങളുടെ എംബ്ലോ അല്ല കണ്ടത്, സാറ്റലൈറ്റ് മാധ്യമത്തിന്റെ എംബ്ലോ ആണ് കണ്ടത്. അദ്ദേഹത്തിന്റെ കണ്ണിന്റെ സൈഡിട്ട് കൊള്ളുകയും ചെയ്തു. നമുക്ക് ആ വിഷ്വൽ കാണുമ്പോൾ തന്നെ അറിയാം പോലീസുകാർ അദ്ദേഹത്തെ പൊതിഞ്ഞു പിടിച്ച് കൊണ്ടുപോകണം. തീർച്ചയായിട്ടും നമ്മൾ മാധ്യമപ്രവർത്തകരോട് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. കാരണം ഇത്തരത്തിലുള്ള വാർത്തകൾ, ജനങ്ങൾക്ക് പ്രിയപ്പെട്ട വാർത്തകളും ഇങ്ങനെയുള്ള എന്റർടൈൻമെന്റ് വാർത്തകളും എല്ലാം മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യണം. കാരണം അതാണ് അവരുടെ തൊഴിലെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മൈക്കുകാരും ലൈറ്റുകാരും ക്യാമറക്കാരോട് ഉറപ്പായിട്ടും ഉണ്ടാവും. പക്ഷേ തള്ളിക്കയറ്റവും മത്സരമാണ്. കാരണം ഈ ഒരു രംഗം ഇന്ന് വളരെ മത്സര ബുദ്ധിയോടുകൂടി പോകുന്ന ഒരു രംഗമാണ്. തീർച്ചയായിട്ടും അതും ആയിക്കോട്ടെ. പക്ഷേ അവിടെ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട ഒരാളുണ്ട്. അദ്ദേഹം ഒരു ഗസ്റ്റാണ്. ഗസ്റ്റ് മാത്രമല്ല, അതൊരു ലെജൻഡാണ്. ഒരു നമ്മുടെ ചരിത്രത്തിൽ നമ്മളൊക്കെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു പറഞ്ഞാൽ അഭിമാനം കൊള്ളുന്ന ആളാണ്. ഒരു ചരിത്ര പുരുഷൻ എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ അഭിനയത്തിലെ ഒരു ചരിത്ര പുരുഷനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ഈ മൈക്കും കൊണ്ട് മൈക്ക് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് കമ്പിക്കാത്ത ഒരു പഞ്ഞി കയറ്റി അവരുടെ എംബ്ലം കയറ്റിയ ഒരു സംഭവമാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും മുഖത്തിട്ട് കൊള്ളുമ്പോൾ പരിക്കുണ്ടാവാം, മേ ബി പരിക്കുണ്ടായ അറിയില്ല. അദ്ദേഹം കണ്ണ് പൊത്തിക്കൊണ്ടാണ് അതിനകത്തോട്ട് കയറുന്നത്. എന്നിട്ടും അദ്ദേഹം പറയുന്നത് തമാശ രൂപേണ അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ടു നോക്കി ആളെ ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ, കണ്ടു വെച്ചാൽ അത് അദ്ദേഹത്തെ ഉപദ്രവിക്കാനോ ഒന്നുമല്ല. അദ്ദേഹം അത്രയും ദേഷ്യം വരേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ദേഷ്യപ്പെടാം, കലിപ്പിക്കാം, പക്ഷെ അതൊന്നും ചെയ്തില്ല. അതാണ് നമ്മുടെ ലാലേട്ടൻ. അപ്പോൾ ആ ലാലേട്ടന്റെ ആ ഒരു വിനയം തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തകർ ഇനിയുള്ള സന്ദർഭങ്ങളിലെങ്കിലും ആ ഒരു റെസ്പെക്ട് ഇല്ലെന്നല്ല പറയുന്നത്, പക്ഷെ അത് നിങ്ങളൊന്ന് കീപ്പ് ചെയ്യുക. ബിക്കോസ് നമ്മളൊരു ഗ്യാപ്പ് ഇട്ട് വേണം ഒരു മനുഷ്യനെ ഇടിച്ച്. കാരണം ഈ മൈക്ക് കൊള്ളാൻ കാരണം പോലും പോലീസുകാരെ കടത്തി വെട്ടിക്കൊണ്ട് ഈ മൈക്ക് അദ്ദേഹത്തിന്റെ തലയുടെ മുകളിലോട്ട് കൊണ്ടുചെന്നുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത്. അത്രയും പോലീസുകാർ അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പൊ അത് ആ മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ ആ പ്രവർത്തകരോ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും മനഃപൂർവ്വം അല്ലെന്ന് എല്ലാവർക്കും അറിയാം, അതിനെ വളർച്ച ഒടിക്കുമല്ലോ നമ്മൾ. പക്ഷെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള സാറ്റലൈറ്റ് മാധ്യമങ്ങൾ അത് എങ്ങനെയാണ് കൃത്യമായി ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് പഠിച്ചിരിക്കേണ്ടതാണല്ലോ, അത് അറിയുകയും ചെയ്യാം. അപ്പൊ ആക്രാന്തം അവസാനിപ്പിക്കുക. ലാലേട്ടൻ എന്തായാലും തരാനുള്ളതാണ് അല്ലെങ്കിൽ പറയാനുള്ളതാണ്. ഈ പറയുന്ന പോലെ ഇപ്പം വിസ്മയ അഭിനയ രംഗത്തേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയാനുള്ള ഓവർ എക്സൈറ്റ്മെന്റ് കൊണ്ട് സംഭവിച്ചത് ഓവർ എക്സൈറ്റ്മെന്റ് സംഭവിച്ചത് വിസ്മയുടെ അച്ഛൻ ആണ് നടനേക്കാൾ കൂടുതൽ അവരുടെ പിതാവും കൂടെയാണ്. സോ അദ്ദേഹത്തിനെ കണ്ണടിച്ച് കളയാൻ പാടില്ലല്ലോ. അബദ്ധത്തിനാണെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പൗർണമി. സോ ബി കെയർഫുൾ. നമ്മൾ ആ ഒരു അച്ചടക്കം പാലിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് വ്യക്തമായിട്ടും.